ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കുന്ന വിശ്വസ്തനായ ഒരു ദൈവമാണ് നമുക്കുള്ളത്. സങ്കീർത്തനം 20:4 പറഞ്ഞിരിക്കുന്നത്, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരുന്ന ഒരു ദൈവത്തെ ആണ് ഈ വചനത്തിലൂടെ കാണാൻ സാധിക്കുന്നത്. എന്ത് ആഗ്രഹം മനസ്സിലുണ്ടെങ്കിലും ദൈവത്തോട്, കരുണാമയനായ ദൈവത്തോട് യാചിച്ചാൽ ദൈവം നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും നിവർത്തിച്ചു തരുന്ന ഒരു ദൈവമാണ്. ദൈവത്തോട് ഓരോ ദിവസവും നമ്മുടെ പ്രാർത്ഥനകളിൽ ഈ വചനങ്ങളുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് ഈ വചനങ്ങളിലൂടെ ദൈവത്തോട് ആഗ്രഹങ്ങളെ ആവശ്യപ്പെട്ടാൽ ദൈവം നമുക്ക് ആഗ്രഹങ്ങളെ നിവർത്തിച്ചു തരിക തന്നെ ചെയ്യും. 20-ാം സങ്കീർത്തനത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന ഈ വചനം എഴുതി ദൈവത്തോട് യാചനകളുമായി നമ്മൾ ഓരോ ദിവസവുമായിരിക്കുക. നിരവധി ആഗ്രഹങ്ങളും നിരവധി താല്പര്യങ്ങളുമായിട്ട് ഈ മനുഷ്യ ജീവിതം മുൻപോട്ട് പോകുന്നത്. പലവിധമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് മധ്യത്തിൽ ദൈവമല്ലാതെ മറ്റൊരു സഹായകനില്ല എന്ന തിരിച്ചറിവിലൂടെ മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തോട് നമ്മുടെ ആഗ്രഹങ്ങളെ പറയുക. ചുറ്റുമുള്ള ആളുകളുമായിട്ട്, അല്ലെ കൂടെ ജീവിക്കുന്ന ആളുകളുമായിട്ട്, കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നതിനപ്പുറം ദൈവവുമായിട്ട് നമ്മുടെ ആഗ്രഹങ്ങളും താല്പര്യവുമായിട്ട് ഷെയർ ചെയ്യാനുള്ള കഴിവ്, അതിനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മൾ ആവശ്യപ്പെടുന്നത് എന്തും നമുക്ക് തരുന്ന വിശ്വസ്തനായൊരു ദൈവമാണ് നമുക്കുള്ളത്. നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരുന്ന ദൈവത്തോട് നമ്മുടെ ആഗ്രഹങ്ങളെ പറയുവാൻ നമുക്ക് കഴിയണം. ഓരോ ദിവസവും മനസ്സിൽ പലവിധമായിട്ടുള്ള വേദനകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ നമ്മളെ ചുറ്റിപ്പിടിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ചെന്നിരുന്ന് നമ്മുടെ ആഗ്രഹങ്ങളെ പറഞ്ഞ് കരയുവാൻ നമുക്ക് സാധിക്കണം. മറ്റാരും സാധിപ്പിച്ചു തരാത്ത നമ്മുടെ ഹൃദയത്തിനുള്ളിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്ന ഒരു ദൈവത്തെ നമുക്ക് ഈ നാളുകളിൽ ഈ വചനത്തിലൂടെ കണ്ടെത്തുവാൻ കഴിയണം. വചനം നമുക്ക് നൽകുന്ന ഉറപ്പാണത്. വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ വിശ്വസ്തയോടുകൂടി മുൻപോട്ട് ജീവിച്ചാൽ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ദൈവം നിവർത്തിച്ചു തരിക തന്നെ ചെയ്യും. ജോലിക്കായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുക, പരീക്ഷകളിലെ നല്ല വിജയത്തിനായിട്ട് പ്രാർത്ഥിക്കുക. ഭവനത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ, പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് മുൻപോട്ട് ജീവിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. പലവിധമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്. അത് നിവർത്തിച്ചു തരുവാൻ ഈ ഭൂമിയിൽ നമുക്ക് ചുറ്റും മറ്റാരുമില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ദൈവത്തോട് നമ്മുടെ സങ്കടങ്ങളെ പറയാം. ദൈവം ഇതിനൊക്കെ ഒരു പരിഹാരം കാണുക തന്നെ ചെയ്യും. സങ്കീർത്തനക്കാരനോട് ചേർന്നുകൊണ്ട് 20-ാം അധ്യായം നമുക്ക് പറയുവാൻ സാധിക്കണം. നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. ഈ വചനത്താൽ ദൈവം അനുഗ്രഹിക്കട്ടെ.